സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സങ്കീർത്തനം 126. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്നു ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്നു പറഞ്ഞു. സിയോന്റെ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ പട്ടണത്തിൽ നിന്നും ചിതറിക്കപ്പെട്ടു പോയ ആളുകൾ ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കവും പട്ടിണിയും എല്ലാം അനുഭവിച്ച് അടിമകളായിട്ട് ജീവിച്ചതിന് ശേഷം ദൈവം അവരെ വിടുവിച്ചതായ സമയത്ത്, നിങ്ങളുടെ പട്ടണത്തിലേക്ക് പോക എന്ന് പറഞ്ഞ സമയത്ത് അവർ വളരെ ആനന്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഉല്ലാസത്തോടുകൂടി, ആർപ്പോടുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണെന്ന് പറഞ്ഞ്, ഉയർത്തപ്പെട്ട ജനമാണെന്ന് പറഞ്ഞ്, ഭാഗ്യമുള്ള ജനതയാണെന്ന് പറഞ്ഞ് ചുറ്റുപാടുമുള്ളവർ കണ്ടു നിൽക്കുമ്പോൾ അവർ ഉല്ലാസത്തോടെ ഘോഷത്തോടു കൂടി സിയോനിലേക്ക് വരുവാനിടയായി. അപ്പോൾ അവരുടെ വായിൽ നിറയെ എന്തുണ്ടായിരുന്നെന്നാണ്? നിറഞ്ഞ ചിരി. നിറഞ്ഞ ചിരി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചിരിക്കുന്നത്? മനസ്സോടുകൂടി ഒന്ന് ചിരിച്ചിട്ട് എത്ര കാലമായി പറയുക? ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചിട്ട് എത്ര കാലമായിരിക്കുന്നു പറയുക? ഇന്ന് നിങ്ങൾ ഭവനത്തിൽ ചെന്നിട്ട് ചെയ്യേണ്ടതായ ആദ്യത്തെ പണി എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയെ നോക്കി ഭർത്താവും, ഭർത്താവിനെ നോക്കി ഭാര്യയും മനസ്സ് തുറന്ന് ചിരിക്കുവാനിടയാകണം. എത്ര മെലിഞ്ഞ ആളുകളും തടിയുള്ളവരായി പോയി നോക്കുക. കല്യാണ സമയത്ത് എങ്ങനെയാണ്, ഇപ്പോൾ നോക്കി എങ്ങനെയായിരിക്കുന്നെന്ന്. എത്ര കാലമായി ഭാര്യയും ഭർത്താവും ഒന്ന് ചിരിച്ചിട്ട് എപ്പോൾ നോക്കിയാലും മുഖം ഇങ്ങനെ വീർപ്പിച്ച് കുത്തിയിരിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും ഈർഷ്യയും ബുദ്ധിമുട്ടും വെറുപ്പുമാണ് മുഖത്ത് കാണുന്നത്. ദൈവം വിടുവിച്ച ജനത്തിന്റെ മധ്യയിൽ സന്തോഷമുണ്ടാകണം, ആനന്ദമുണ്ടായിരിക്കണം. ഹൃദയത്തിൽ ഉള്ളതായ സന്തോഷം മുഖത്ത് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ പ്രവൃത്തിയിലും ചിന്തകളിലും സംസാരത്തിലും വെളിപ്പെടുവാനിടയാകും. അവരുടെ വായ നിറയെ ചിരിയുണ്ടായിരുന്നു. ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ മനഃപൂർവ്വമാണ് ഇത്രയും അധികം പാട്ടുകൾ പാടിക്കുവാനിടയായത്. എന്താണ് നാം ഇവിടെ വായിച്ചത്? അവരുടെ നാവിൽ നിറയെ ആർപ്പുണ്ടായിരുന്നു, ഗാനമുണ്ടായിരുന്നു. ഈ കാലത്തുള്ള ക്രിസ്ത്യാനികൾ പാടിക്കൊണ്ട് ജീവിക്കുവാനിടയാകണം. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയതായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുക. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് വായിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. നമ്മുടെ ഭാരതം സംഗീതത്തിൻ്റെ ജന്മദേശമാണ്. കവിതകളും ഗാനങ്ങളും സംഗീതങ്ങളും ദൈവത്തിൻ്റെ വചനത്തെ സംഗീതങ്ങളാക്കി ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അത് പാടുന്ന സമയത്ത് അനേകം ഹൃദയങ്ങളെ ചലിപ്പിക്കാനിടയാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സംഗീതം മുഴങ്ങിക്കേൾക്കട്ടെ. വിഷമത്തോടെ ഇരിക്കുമ്പോൾ ഒരു നല്ല ഗാനം കേട്ടാൽ, സാഹചര്യത്തിന് അനുകൂലമായ പാട്ട് കേട്ടാൽ, നാം ദുഃഖത്തിലാണെങ്കിൽ ആശ്വസിപ്പിക്കുന്ന പാട്ടുകളുണ്ട്, സന്തോഷത്തിലാണെങ്കിൽ ഉല്ലാസഭരിതരാക്കുന്ന പാട്ടുകളുണ്ട്, നമ്മൾ ലഹരിയിലായിരിക്കുമ്പോൾ ലഹരി പിടിപ്പിക്കുന്ന പാട്ടുകളുണ്ട്, നമ്മൾ ദുഃഖത്തിലാണെങ്കിൽ ദുഃഖം മാറ്റുന്നതായ പാട്ടുകൾ ഉണ്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് ബുദ്ധി ഉപദേശിക്കുക. യൗവനക്കാരെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ആകർഷിക്കുന്നത് സംഗീതമാണ്. എന്നാൽ ഇന്ന് ആ സംഗീതം ശരിയായ ഗതിയിൽ പോകാത്തതുകൊണ്ട്, പല തരത്തിലുള്ളതായ പൈശാചിക സംഗീതങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകളെ അതിലേക്ക് ആകർഷിപ്പിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ ദൈവമക്കളായിരിക്കുന്ന നാം എല്ലാവരും നമ്മുടെ ഭവനങ്ങളിൽ സംസാരിക്കുന്നതായ സമയത്ത്
സംഗീതത്തോടുകൂടി സംസാരിക്കാനിടയാകണം. സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. ചോറ് കഴിച്ചോ? നല്ല രുചിയുണ്ട്, കഴിച്ചു. കടുമാങ്ങ അച്ചാർ എങ്ങനെയുണ്ട്? നല്ല രുചിയായിരിക്കുന്നു എന്ന രാഗത്തോടെ പാടണം. നിനക്ക് വിവരമില്ലയോ? എനിക്കൊട്ടുമില്ല കേട്ടോ. അങ്ങനെ വഴക്ക് പറയുന്ന സമയത്തും പാട്ടിനോടുകൂടി തന്നെ പറയണം. എടാ ബോധമില്ലാത്തവനെ, എന്തിനാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത്? നീയും അങ്ങനാണല്ലോ. എന്താണ്? നാം അങ്ങനെ പറയുകയാണെങ്കിൽ കോപമില്ലാതെ ചിരിച്ചുകൊണ്ട് മന്ദഹാസത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി നാം പരസ്പരം ഉപദേശിക്കുകയാണെങ്കിൽ ആ ഭവനത്തിൽ എത്ര സന്തോഷമുണ്ടാകുമെന്നറിയാമോ? തലവേദനകൾ ഉണ്ടാകില്ല, ദഹനക്കേടിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകില്ല. ടെൻഷൻ എന്ന് പറയത്തില്ലേ, ആ ടെൻഷൻ ഒന്നും തന്നെ നിങ്ങൾക്കുണ്ടാവുകയില്ല. തലവേദന എടുക്കുന്നു, വേഗത്തിൽ വായോ, നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരുവാണോ? അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഭാരമെല്ലാം നീങ്ങിപ്പോകാനിടയാകും. ദൈവമക്കളുടെ ജീവിതത്തിന് ദുഃഖം എന്ന് പറയുന്നത്, ആകുലത എന്ന് പറയുന്നത് യേശുക്രിസ്തു അനുവദിക്കുന്നതല്ല. അവൻ മനഃപൂർവമായിട്ട് മനുഷ്യർക്ക് വേദനയോ ദുഃഖമോ ഉണ്ടാക്കുന്ന വ്യക്തി അല്ല. അത് പാപത്താൽ ഉണ്ടാകുന്ന ഫലമാണ്. ഈ കാലത്ത് അത് നമ്മുടെ മേൽ വാഴുകയാണ്. കർത്താവ് വന്നത് നമുക്ക് സന്തോഷം നൽകുന്നതിന് വേണ്ടിയാണ്. എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ ശാന്തി നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഈ ദിവസം സംഗീതത്തോടുകൂടി ആത്മീയ ഗീതങ്ങളോടുകൂടി ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ മനസ്സിൽ വളരാൻ അനുവദിക്കുക. കർത്താവ് വിടുവിച്ച ആളുകളുടെ വായിൽ ചിരിയുണ്ടായിരുന്നു, അവരുടെ വായിൽ നിറയെ ആർപ്പ് ഉണ്ടായിരുന്നു. 126 2 വാക്യം വായിക്കാം. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. നിന്നിലുള്ളതായ ഉന്നതമായ കാര്യങ്ങളെ കണ്ട്, നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹത്തെ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ഇടയിലുള്ളതായ ഹാർമോണി എന്ന് പറയുകയാണെങ്കിൽ ആ കീബോർഡിൽ നോക്കിയാൽ ഹാർമോണിയത്തിന്റെ കീസ് കാണാം. ആ കീസ് എങ്ങനെയാണ്? ചിലത് നീളമുള്ളതായിരിക്കും, ചിലത് നീളം കുറഞ്ഞവയായിരിക്കും, ചിലത് കറുത്തതായിരിക്കും, ചിലത് വെളുത്തതായിരിക്കും, ചിലത് ബാന്ന് സൗണ്ട് ഉണ്ടാക്കും, ചിലത് കീന്ന് സൗണ്ട് ഉണ്ടാക്കും, ചിലത് ടീന്ന് സൗണ്ട് ഉണ്ടാക്കും. എല്ലാം വ്യത്യസ്ത തരമായ ശബ്ദങ്ങളാണ് നൽകുന്നത്. എല്ലാം വ്യത്യാസമായിരിക്കും. എന്നാൽ ഒരു വ്യക്തി അതിനെ ചേർത്ത് വായിക്കുന്ന സമയത്ത് അവയെല്ലാം ചേരുമ്പോഴുണ്ടാകുന്ന സംഗീതം എത്ര മനോഹരമാണ്! ഹൈനോട്ടും ലോനോട്ടും ശ്രുതിമധുരമായ നല്ല സംഗീതം കേൾക്കുവാനിടയാകും. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മളും എന്നെപ്പോലെ അവനാകില്ല, അവനെപ്പോലെ എനിക്കുമാകാൻ കഴിയില്ല. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ, അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ. നിന്നിലുള്ളതായ താലന്തുകൾ അത് വളരെ വ്യത്യസ്തമായിരിക്കുന്നു. അവൻ നിന്നേക്കാൾ ഒരു രീതിയിൽ ശ്രേഷ്ഠനായിരിക്കാം, എന്നാൽ നീ മറ്റൊരു രീതിയിൽ ശ്രേഷ്ഠനാണ്. അവൻ നിന്നേക്കാൾ ഒരു രീതിയിൽ ചിലതിൽ ബലഹീനനായിരിക്കും, നീ എന്നാൽ മറ്റു ചിലവിൽ ബലഹീനമായിരിക്കും. അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെ നിന്ദിക്കുവാനിടയാകും, മറ്റുള്ളവരെ നാം മാറ്റിവെക്കാനിടയാകും. ഇവിടെ ഒരു കീ പ്രവർത്തിക്കാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, കീബോർഡിലുള്ള ഒരു കീ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നല്ല സംഗീതം ഉണ്ടാകില്ല. അവിടെ എന്താണ് ഉണ്ടാകുന്നത് അറിയാമോ? അപശ്രുതി ഉണ്ടാകും. എന്താണ് ഉണ്ടാകുന്നത്? അപശ്രുതി. നമ്മുടെ ജീവിതത്തിലും വ്യക്തിഗതമായിട്ടും കുടുംബമായിട്ടും നാം പരസ്പരം സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ പരസ്പരം ദുഃഖിപ്പിക്കാനായിട്ട് പരിശ്രമിക്കരുത്. എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ദുഃഖം എന്താണെന്ന് നീ അനുഭവിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെന്നുള്ളതായ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിട്ട് നാം ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ യഹോവ ഇവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. 3 വാക്യം, യഹോവ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം. യഹോവ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ആദ്യം ആരാണ് ശ്രദ്ധിച്ചത്? നിങ്ങളാണോ അവരാണോ? അവർ തിരിച്ചറിഞ്ഞ് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അത് മനസ്സിലാക്കിയത്. കണ്ടില്ലേ, നമ്മൾ എല്ലായ്പ്പോഴും എസിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വെയിലിൻ്റെ ചൂടറിയാൻ കഴിയുമോ? ആ വെയിലത്തു നിന്ന് ചൂടത്തു നിന്ന് എസിയിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? നല്ല സുഖം. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവ നോക്കുമ്പോൾ, അവയെക്കുറിച്ച് വിവരിക്കുമ്പോൾ, എത്ര പേർക്ക് വിവാഹം നടന്നു, എത്ര പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, എത്ര പേർക്ക് സ്വന്തമായിട്ട് വീടുകൾ ലഭിക്കാനിടയായി, എത്ര പേർക്ക് ജോലികൾ ലഭിച്ചു, എത്രയോ പേർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നാനിടയായി. ദൈവം ഏതെല്ലാം രീതിയിൽ കൂടിയാണ് നമ്മെ രക്ഷിച്ചെടുക്കുന്നത്, നമ്മെ കാക്കുന്നത്. അതുകൊണ്ട് അടുത്ത വാക്യം നോക്കിയാൽ കാണാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു.
അതുകൊണ്ട് ഞങ്ങൾ പറയുക, ആ ദൈവത്തിൻ്റെ മക്കൾ സന്തോഷത്തോടെ ആയാൽ, നിന്റെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ആനന്ദമുണ്ടെങ്കിൽ, നിന്റെ ചുറ്റുപാടുമുള്ളവർ വന്ന് ചോദിക്കും, എന്താണ് നീ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുന്നത്? നോക്കൂ, അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ ആയിരിക്കുന്നു. ഭർത്താവ് വഴക്ക് പറഞ്ഞാലും ഇങ്ങനെയായിരിക്കുന്നു. ഇതുപോലെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പിറുപിറുക്കുകയോ മൂളുകയോ ഒന്നും ചെയ്യാത്ത ഒരു സ്ത്രീ. ഇങ്ങനെ ആരെങ്കിലും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ചെറുതായൊന്ന് മൂളിയാൽ തന്നെ വഴക്കുണ്ടാക്കുന്നവരാണ്. എന്തിനാണ് വെറുതെ അവരുമായി പോയി വഴക്കുണ്ടാക്കുന്നത് എന്ന് പറയും. അമ്മമാർ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളും എങ്ങനെയായിരിക്കുമെന്നറിയാമോ? അതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെ ആയിരിക്കും അവർക്കുമുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾ ജാഗ്രതയോടെ ആയിരിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അത് പാട്ട് പാടുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ജനുവരി 1-ാം തീയതി മാത്രമല്ല, ജീവിതകാലം മുഴുവനും ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അടുത്ത വാക്യം നമുക്ക് നോക്കാം. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ, തിരികെ കൊണ്ടുവരണമേ. തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഗലഗല 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 വെള്ളം ഒഴുകി വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കളകള എന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് ചിതറിക്കപ്പെട്ടു പോയ ജനം കൂട്ടം കൂട്ടം കൂട്ടമായിട്ട്, ഉറുമ്പിന്റെ കൂടുകളിൽ നിന്ന് ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായിട്ട് കടന്നു വരില്ലേ? അതുപോലെ പിശാചിന്റെ പിടിയിൽ നിന്ന് ജനത്തെ ദൈവം വിടുവിച്ച സമയത്ത് ജനം കൂട്ടം കൂട്ടമായിട്ട് സിയോനിലേക്ക് ജനം കടന്നു വന്ന സമയത്ത്, അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കടന്നു വന്നപ്പോൾ, ആ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, ആ ദുഃഖത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, കർത്താവ് വിളിച്ചു വേർതിരിച്ച ആളുകൾ, കർത്താവിന്റെ രാജ്യത്തിന്റെ അവകാശികളായ ആളുകൾ എങ്ങനെയാണ് വരുന്നത്? ഉല്ലാസത്തോടുകൂടി, ആർപ്പോടുകൂടി, സന്തോഷത്തോടുകൂടി പാട്ടുകൾ പാടി ആർത്തുല്ലസിച്ച് അവർ വരികയാണ്. സിയോനിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആളുകൾ സന്തോഷത്തോടെ, ചിരിച്ചുകൊണ്ട്, ഉല്ലാസത്തോടെ, എങ്ങനെയാണോ ജലപ്രവാഹം പോലെ വന്നത്, ജലപ്രവാഹം പോലെ വന്നത്, അവർ വന്നതുപോലെ ഞാൻ അവരെ കൂട്ടിവരുത്തുമെന്ന് കർത്താവ് പറയുന്നു. അവരെ കൂട്ടിവരുത്തുമെന്ന് പറയുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു വൻ കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഒരു വലിയ കടയിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള വലിയ ഒരു TV നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് പൊയ്ക്കോ സാർ എന്ന് പറയും. അവർക്ക് സന്തോഷമാവും. സാറേ, വളരെ നല്ല TV ആണ്, എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? ഇത് വാങ്ങാൻ എൻ്റെ കയ്യിൽ പണമില്ല, ഇത് ഞാൻ വെറുതെ എടുത്തുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചാൽ തരുമോ? വെറുതെ തരുമോ? നിനക്ക് വലിയൊരു ശുശ്രൂഷ വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഭാരമുണ്ടാകണം, വലിയ ത്യാഗമുണ്ടാകണം, അതിനനുസരിച്ച പ്രാർത്ഥനയും. 5-ാമത്തെ വാക്യം വായിക്കുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടി കൊയ്യുന്നു. ആർപ്പോടെ കൊയ്യുന്നു. കണ്ണുനീരോടെ വിത്ത് വിതയ്ക്കുന്ന വ്യക്തി സന്തോഷഗാനത്തോടുകൂടി വിളവെടുക്കുവാനിടയാകും. ഒരു കൃഷിക്കാരൻ കഷ്ടപ്പെട്ട് ധാന്യം വിതയ്ക്കാനിടയാകും. എത്ര ചാക്കുകളാണ് വിതയ്ക്കുന്നത്? ഒരു ചാക്ക് വിതച്ചാൽ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? എത്ര വിളവ് ലഭിക്കും? ആ പാവം നല്ലൊരു വസ്ത്രം പോലും ധരിക്കാതെ കഷ്ടപ്പെട്ട് ആ വെയിലത്ത് കഷ്ടപ്പെട്ട് വിയർത്തൊലിച്ച് ആ വിത്തുകളെല്ലാം വെയിലുകൊണ്ട് വിതച്ച് പോകുമ്പോൾ അത് മണ്ണിൽ വീണുപോകാനിടയാകും. അപ്പോൾ അയ്യോ അത് വീണുപോയി, അയ്യോ അതെല്ലാം വേസ്റ്റായി പോയിരിക്കുന്നു, അയ്യോ ഈ വിത്തുകളെല്ലാം അഴുകിപ്പോയെന്ന് തോന്നുന്ന വിത്തുകൾ എന്താണ് സംഭവിക്കുന്നത്? അത് വളർന്ന് വിളവ് ലഭിക്കാനിടയാകും. 40 ചാക്ക് വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ ചില ആളുകൾ അതിൽ കൂടുതൽ വിതയ്ക്കുവാനിടയാകും. അവർക്ക് ഫലം എത്രയാണ് കിട്ടുന്നത്? വലിയ പ്രതിഫലം ദൈവം കൊടുക്കാനിടയാകും. വിത്തുകൾ കൊണ്ടുവന്ന് വഴിയരികിൽ വിതച്ചാൽ അത് പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകാനിടയാകും. വിത്തുകൾ കൊണ്ടുവന്നിട്ട് മുള്ളിനിടയിൽ വിതച്ചാൽ അതൊരിക്കലും വളരുകയില്ല. എവിടെയാണോ നിന്റെ ഇൻവെസ്റ്റ്മെന്റ്? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടി കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട്, വായിക്കുക, വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. സന്തോഷത്തോടുകൂടി, ഉല്ലാസത്തോടുകൂടി വരുന്നു. ഈ വർഷം, ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനെ, നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തെ, നിങ്ങൾക്ക് ലഭിച്ച നന്മയെ, ദൈവത്തെങ്കിലേക്ക് പോകേണ്ടവയെ ദൈവത്തിന് വിശ്വസ്തയോടെ കൊടുക്കുക. കോൾഗേറ്റ് പേസ്റ്റ് എത്ര പേർക്ക് അറിയാം? ഓക്കെ, കേൾക്കാത്തവർ ആരും തന്നെയില്ല. കോൾഗേറ്റ് എന്നത് ഒരു വ്യക്തിയുടെ പേരായിരുന്നു. ഒരു പയ്യൻ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് സോപ്പും പേസ്റ്റുമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവനായിട്ട്
പടകിൽ യാത്ര ചെയ്ത് പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തു പോകുവാൻ കുറെ മാസങ്ങൾ തന്നെ വേണ്ടിയിരുന്നു. ആ ക്യാപ്റ്റൻ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. ആ പയ്യനോട് ചോദിച്ചു, എവിടെ പോകുന്നുവെന്ന്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ജോലിയില്ല, വരുമാനമില്ല, എനിക്ക് ഇങ്ങനെ ഒരു പണി മാത്രമേ അറിയുള്ളൂ, എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്നറിയാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്യാപ്റ്റൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞ് അവനെ രക്ഷിക്കപ്പെടുത്തുവാൻ രക്ഷയിലേക്ക് നടത്താനിടയായി. അവൻ ആ കപ്പലിലായിരുന്നപ്പോൾ തന്നെ നല്ല പ്രാർത്ഥനാ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടു. കപ്പൽ ഇറങ്ങിയ സമയത്ത് ആ നാവികൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ കരുത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുഗ്രഹിക്കപ്പെടും, നീ കടന്നു ചെന്ന് ചെയ്യുന്നതായ ആ ജോലിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നീ ചെയ്യുന്ന ജോലി ന്യായമായിട്ട് ചെയ്യുക. അതുപോലെ നീ ചെയ്യുന്നതായ ആ പേസ്റ്റിന്റെ ആ സോപ്പിന്റെ വ്യാപാരം വളരെ ന്യായത്തോടുകൂടി ധാർമ്മികമായിട്ട് ചെയ്യുക, നീതിയോടെ ചെയ്യുക. ഏറ്റവും പ്രധാനം, നിന്റെ വരുമാനത്തിന്റെ ദശാംശം വിശ്വസ്തയോടെ ദൈവത്തിന് കൊടുക്കണം. ന്യായത്തോടെ നീ പ്രവർത്തിക്കണം, സത്യസന്ധതയോടെ നീ ആയിരിക്കണം, ദൈവത്തിന് കൊടുക്കുന്നതിൽ വിശ്വസ്തയോടെ അയക്കണമെന്ന് പറഞ്ഞയച്ചു. അവൻ ചെയ്ത ബിസിനസ്സിൽ അവനെ ദൈവം അനുഗ്രഹിച്ചു. വിശ്വസ്തയോടെ വരുമാനത്തിന്റെ ദശാംശം കൊടുക്കുന്നതിൽ അവൻ മടികാട്ടിയതേയില്ല. അങ്ങനെ 100 രൂപയായി, 1000 രൂപയായി, 1,00,000 രൂപയായി. ഒരു സമയമായപ്പോഴേക്കും കോൾഗേറ്റിന്റെ കമ്പനിയിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും, അമേരിക്കയിൽ ചെന്നാലും കോൾഗേറ്റിന്റെ പേസ്റ്റ് ഉണ്ട്, എവിടെ ചെന്നാലും കോൾഗേറ്റിന്റെ പേസ്റ്റ് കാണാൻ കഴിയും. എല്ലാ രാജ്യങ്ങളിലും കോൾഗേറ്റിന്റെ കമ്പനികൾ സ്ഥാപിക്കപ്പെട്ടു. അവന് വരുമാനം വർദ്ധിച്ച സമയത്ത് ആദ്യം 10% കൊടുത്ത വ്യക്തി 20% ഇരട്ടിയായിട്ട് ദശാംശം കൊടുക്കുവാൻ ഇടയായി. വീണ്ടും വരുമാനം വർദ്ധിച്ചു, ഒരുപാട് വർദ്ധിക്കാനിടയായി. അങ്ങനെ 50% ദൈവനാമത്തിനായിട്ട് കൊടുത്തു. 50% ദൈവത്തിന് കൊടുത്തു. 50-50. കർത്താവേ, എനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 50% നിനക്ക് തരുന്നു, 50% എനിക്ക് മതി. അങ്ങനെ വീണ്ടും വർദ്ധിക്കാനിടയായി. ഒരു സമയമായപ്പോഴേക്കും പറഞ്ഞു, കർത്താവേ, എനിക്ക് 10% മാത്രം മതി, 90% നിനക്ക് തന്നെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ കമ്പനി ലോകരാഷ്ട്രങ്ങളിലേക്ക് സ്ഥാപിക്കപ്പെട്ടു, വളരുവാനും ഇടയായി. അതിനുശേഷം ഒരു കാലമായപ്പോഴേക്കും പറഞ്ഞു, കർത്താവേ, സകലതും നിനക്കാണ്, സകലതും നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പനിയെ രജിസ്റ്റർ ചെയ്ത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനിടയായി. അദ്ദേഹം പിന്നീട് മരിച്ചു പോകാനിടയായി. ഇപ്പോൾ അദ്ദേഹം ജീവനോടെയില്ല, മരിച്ചുപോയി. എന്നാൽ കോൾഗേറ്റിന്റെ കമ്പനി വളർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്? ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനമായിട്ട് അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ വരുമാനം ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്പത്തിൽ നീ വിശ്വസ്തനായാൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കി മാറ്റും. നിങ്ങൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, സ്നേഹത്തോടുകൂടി നിന്റെ മക്കളെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരിക. ആരെയും തള്ളിക്കളയരുത്. പ്രയോജനമില്ലാത്തവരെ ആരും തന്നെയില്ല. ആരെയും കഴിവില്ലാത്തവരായി ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ മക്കൾ മരിച്ചു പോകാൻ വേണ്ടിയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ മക്കൾ മരിക്കാൻ വേണ്ടിയല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമുക്ക് മക്കളെ തന്നിട്ടില്ല. നരകത്തിലേക്ക് തള്ളിവിടുവാൻ ദൈവം നമുക്ക് മക്കളെ തന്നിട്ടില്ല. നമ്മൾ കുടുംബങ്ങളായിട്ട് വേർതിരിയണം. ദൈവത്തെ എല്ലാവരും ഒരുമിച്ച് ആരാധിക്കണം. നമ്മുടെ ബന്ധുജനം എല്ലാവരും മാനസാന്തരപ്പെടണം. നമ്മുടെ സ്വന്തക്കാരെല്ലാം മാനസാന്തരപ്പെടണം. നമ്മുടെ ദേശക്കാരെല്ലാം മാനസാന്തരപ്പെടണം. ഇങ്ങനെയുള്ള ആഗ്രഹം, ആ ഒരു ദാഹം നമ്മുടെ ഇടയിൽ കുറഞ്ഞു പോയിരിക്കുന്നു. സ്നേഹം തണുക്കുമ്പോൾ ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹം കുറയുന്നു. സ്നേഹം കുറയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്നതിലും മടി കാണിക്കുന്നു. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, ഈ പുതിയ വർഷത്തിൽ നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം. എന്താണെന്ന് വെച്ചാൽ സ്നേഹം. എന്താണെന്ന് വെച്ചാൽ സ്നേഹം. സ്നേഹം ശാശ്വതമായി നിൽക്കുമേ, സ്നേഹം സകലത്തിലും വലുത്, സ്നേഹം ശാശ്വത കാലം നിൽക്കും, സ്നേഹം സകലത്തിലും ശ്രേഷ്ഠമേ. നമ്മുടെ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആ കാൽവരി സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കർത്താവേ. അത്ഭുതകരമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ഞങ്ങളുടെ ഇല്ലായ്മയെ മാറ്റണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. ഈ പുതിയ വർഷത്തിൽ ഒരു ദിവസമല്ല, 365 ദിവസവും ഞങ്ങൾക്ക് ആനന്ദകരമായ ദിവസങ്ങളാക്കി മാറ്റണമേ. സംതൃപ്തിയുള്ള ദിവസങ്ങളാക്കി നീ മാറ്റണമേ. സമൃദ്ധിയുള്ള ദിവസങ്ങളാക്കി നീ മാറ്റണമേ. ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റണമേ. ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സമ്പാദ്യം ആത്മാക്കളുടെ സമ്പാദ്യമാക്കണമേ. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വിത്തുകളെ കണ്ണുനീരോടെ വിതയ്ക്കുവാൻ, വിശ്വാസത്തോടുകൂടി വിതയ്ക്കുവാൻ,
നീ നൽകുന്ന അനുഗ്രഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി വിളവ് കൊയ്തെടുക്കുവാൻ സന്തോഷത്തോടെ കറ്റ ചുമന്നുകൊണ്ടു പോകുവാൻ സഹായിക്കണം. വായ് തുറന്ന് എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഇപ്പോഴും ഏതു കുടുംബത്തിലാണോ ചിരിയില്ലാത്തത്, സന്തോഷം ഇല്ലാത്തത്, ആനന്ദത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി ഉള്ളതായ നീതിമാന്റെ കൂടാരം പോലെ അല്ലാത്തതായ ഭവനങ്ങളെ കർത്താവെ നീ മനസ്സലിഞ്ഞ് അവരെ നീ വിടുവിച്ചെടുക്കുമാറാകണമേ. ദുഃഖവും ഞെരുക്കവുമെല്ലാം എടുത്തു മാറ്റണമേ. കുടുംബത്തിലെ സമാധാനം കെടുത്തുന്ന വിഷയങ്ങളെ എടുത്തു മാറ്റണമേ. ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ സമാധാനം കൊടുക്കണമേ. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്വഭാവം കൊടുക്കണമേ. അങ്ങനെ കുടുംബങ്ങൾ പണിയപ്പെടുവാൻ നീ സഹായിക്കുമാറാകണമേ. വിവാഹത്തിൽ തടസ്സം നേരിട്ടെന്ന് പറഞ്ഞ് ദുഃഖത്തിലായിരിക്കുന്നവരുടെ വിവാഹം ഈ വർഷം നടക്കുവാനിടയാകണം. നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് നീ തെളിയിക്കണമേ അപ്പാ. ഇനി ഞങ്ങൾക്ക് ഉദരഫലം ലഭിക്കില്ലേ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ലേ എന്ന നിരാശയോടെ ആയിരിക്കുന്നവരെ ഈ സമയത്ത് നീ ഓർക്കുമാറാകണമേ കർത്താവേ. അവർ ചിരിക്കുവാനായിട്ട്, സാറായേ നീ ചിരിച്ചുവോ? ഇതാ ദൈവം നിനക്ക് നിന്റെ ഗർഭപാത്രം മരവിച്ച അവസ്ഥയിലായിട്ടും നിന്റെ ഗർഭപാത്രം ബലക്ഷയമായിരിക്കുമ്പോൾ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ തീരുമാനിക്കുമ്പോഴും എനിക്ക് അസാധ്യം അതെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതായ ആ കർത്താവിന്റെ മഹത്വത്തിൽ നീ വിശ്വസിക്കുക. ഗർഭത്തെ തുറക്കുന്നവൻ അവനാണ്, അതുപോലെ അടയ്ക്കുന്നവനും അവനാണ്. കർത്താവെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്റെ വൻ കാര്യങ്ങൾ നടക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളാണ് ഉള്ളത്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളാണ് ഉള്ളത്, ഏതെല്ലാം ആവശ്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവശേഷിച്ചിരിക്കുന്നത്, അവയ്ക്കെല്ലാം വലിയ വിടുതൽ പ്രാപിച്ചു പോകാൻ സഹായിക്കണമേ. ഇതൊരു ആനന്ദകരമായ യഥാർത്ഥമായ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾക്കായിരിക്കാൻ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ